ഗോവിന്ദ ഗോദിജ സുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനീ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. എല്ലാവരും ഒരു 10 മിനിറ്റ് നേരം കൂടി ഇരിക്കണം. ഇതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഒരു കർമ്മമല്ല, എല്ലായിടങ്ങളിലും നടക്കുന്നു. പക്ഷേ ഇത് ജ്ഞാനയജ്ഞമാണ്, എല്ലായിടവും നടക്കുന്ന ജ്ഞാനയജ്ഞം തന്നെയാണ്. കലിയുഗ രാജസൂയം എന്ന് പറയുന്ന ഈ മഹായജ്ഞത്തിൽ കൂടി മനുഷ്യൻ്റെ പ്രയത്നവും അവൻ്റെ ഉയർച്ചയും അവൻ്റെ വളർച്ചയും അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ ധനാർജിതവും ഒക്കെയുണ്ടെങ്കിലും നിശ്ചയിക്കുന്നത് പലതും നടക്കാതെ പോകുന്നതിന് വേണ്ടി കൈക്കൂലിയായിട്ട് കൊടുക്കുന്ന ഒന്നല്ല എന്ന് ആദ്യം നമ്മൾ ധരിക്കുക. എന്തു കൊടുത്താലും, ഭഗവാൻ ഒരാൾക്ക് അരി കൊടുത്താലും, ഭഗവാൻ ഒരു ദിവസം പൂജ നടത്തിയാലും, അഗസ് നടത്തിയാലും, ഒരു സർപ്പ ഊട്ട് നടത്തിയാലും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഇത് നമ്മുടെ ധർമ്മമാണ്. ഇത് നമ്മുടെ ധർമ്മമാണ്. ആ ധർമ്മം കർമ്മമായി മാറുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കൂ, ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ കർമ്മം ധർമ്മമായി മാറുമ്പോൾ അതിൻ്റെ റിസൾട്ട് പൂർണ്ണ പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ശ്രദ്ധിക്കുക, ഞാൻ നിർത്താൻ പോവുക. 2-3 കാര്യം പറയാനുള്ളൂ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എവിടെ നിന്നുണ്ടാകുന്നു? ഇപ്പോൾ രാവിലെ അവർ നാമം ജപിക്കണം. കുന്നുകൾ പോലെ എന്തുണ്ടാകുമെന്നാ പറഞ്ഞത്? കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമനായി. ഇന്ദ്രൻ എന്തിനാ കൊണ്ടുവന്ന അവിടെ? ദേവലോകത്തെ 1ാമത്തെ ആളാണ് ഇന്ദ്രൻ. പറയുന്നതാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുക, അല്ലേ? താനാണ് അവിടുത്തെ യജമാനൻ. എന്നാലും ഇന്ദ്രന് സമനായി വാണിയിടിലും ഫസ്റ്റ് ഡേ ഓഫ് അവർ ബർത്ത്, ലാസ്റ്റ് ഡേ ഓഫ് അവർ ബർത്ത്, എവരി ബർത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. നമ്മൾ ശ്രദ്ധിക്കണം. അവസാന നിമിഷം, അവസാനത്തെ ശ്വാസോച്ഛ്വാസം നിർത്തുമ്പോൾ ജീവിച്ചിരുന്ന 68 80 എത്രയായിക്കോട്ടെ, കാലഘട്ടത്തിൽ നാം എന്തു ചെയ്തു? ഈ അവതാരത്തിൽ കൂടി, മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ മൃഗാവതാരമൊന്നും അല്ല. കോടി പുണ്യം ചെയ്തതിൻ്റെ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും ചെയ്തതിനെ അതെല്ലാം തരംതിരിച്ചറിഞ്ഞിട്ട് ആ പുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മമാണ്. ഈ കാണുന്നതൊക്കെയും ആരുടേതാണെന്ന് ചിന്തിക്കുമ്പോൾ 2 ഏക്കർ 19 സെന്റ് ഭൂമിയും ബാക്കിയുള്ള വിധാനങ്ങളും ഒക്കെ എന്റേതാണെന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ലിങ്ക്സെങ്കിലും ഈ പറയുന്ന വ്യക്തിക്ക് ഈ ഭൂലോകത്തിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുമോ? ചെറുതായിട്ട് സൂചിപ്പിച്ചെന്നില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജീവിക്കാൻ നമുക്കിടം തന്നപ്പോൾ അതിന് പറഞ്ഞ പേരാണ് ജഗത്ത്. ഉണ്ടായി വളർന്ന് അവസാനിക്കുന്നത് ഏതോ ജഗത്ത്, അത് നമുക്ക് തന്നൊരു സർഫസാണ്. മനസ്സിലാവണോ ഞാൻ പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇടം കിട്ടിയപ്പോൾ പട്ടിയെപ്പോലെയും പൂച്ചയെപ്പോലെയും അല്ലെങ്കിൽ പാച്ചടിയെപ്പോലെയും പൂവിനെപ്പോലെയും പറവയെപ്പോലെയും ഒന്നും അല്ല. റീസണിങ് അനിമൽ, മാൻ മൈനസ് റീസൺ ഈക്വൽ ടു ഒൺലി അനിമൽ. ഇത് പറഞ്ഞ് ശരിയാണെങ്കിൽ ഞാൻ ഈ സാഹിബിൻ്റെ വാക്ക് ഉപയോഗിക്കുന്നത് തീരെ അങ്ങ് പഴഞ്ചാനല്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. ആ ചിന്ത എപ്രകാരമായിരിക്കണം? അതിൻ്റെ അടിസ്ഥാനമായ കാര്യം ഏതാണ്? എനിക്കിവിടെ ഇപ്പോൾ ഭഗവാൻ ഒരു തൂക്കുവിളക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഇത് കടയിൽ സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 2 വിളക്ക് ഇപ്പുണ്ട്. ഒന്ന് ഒരു 2000 രൂപയുടെ വിളക്ക്, മറ്റേതൊരു 5000 രൂപയുടെ വിളക്ക്. എൻ്റെ മനസ്സിലപ്പോൾ എന്താ തോന്നുന്നത്? എങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല. 2000 വേണമെങ്കിൽ 2000 മതി, 5000 വേണമെങ്കിൽ. പക്ഷെ കൊടുക്കുന്ന മനസ്സിൻ്റെ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ബോധതലം പറഞ്ഞല്ലോ, ലിസണിങ്, വാച്ചിങ്, തിങ്കിങ്, പിന്നെന്താണ് ടച്ചിങ്,
5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, ഞാൻ പറഞ്ഞു വന്നത് അത് ഈ മനസ്സെന്ന് പറയുന്ന ഇമാജിനൽ പാർട്ട് ഓഫ് ദി ബോഡി അറിയാം, സങ്കല്പീയമാണ്, പക്ഷെ മനസ്സ് കണ്ടിട്ടില്ല. പക്ഷെ മനസ്സിനേക്കാളും അപ്പുറം നിൽക്കുന്ന ഒന്നുണ്ട്. ഏതാണത്? പരാ പ്രത്യക്ഷിത് രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഹരീ രൂപ ഭക്തമാനസ ഹംസിക. ടൈം വേസ്റ്റാക്കാൻ നമുക്ക് പല ഉപാധികളുണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നമുക്ക് വലിയ വിഷമമാണ്, അല്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഞാൻ കഴിയണമെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. നമ്മളും ഉണ്ട്, ശ്രോതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ദൗർലഭ്യമായി കിട്ടുന്ന സത്താണ്, മുത്തുമണികളാണ്. കാരണം ഞാൻ ഭാഗവതം കടഞ്ഞെടുത്ത് പണ്ഡിതനല്ലെങ്കിലും നിങ്ങൾക്കൊക്കെയും ഉണ്ടാകുന്ന വ്യഥകളെ മാറ്റിയെടുക്കാൻ കഴിയും ഇവിടത്തെ അപേക്ഷ കൊണ്ട്, പൂർണ്ണ ശരണാഗതി കൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന എവിടെ നിന്നാണ് ചോദിച്ചാൽ അതാ മനസ്സ്, ഗുഡ് മൈൻഡ്, ഗുഡ് തോട്ട്സ്, ഗുഡ് ആക്ഷൻ, ഗുഡ് റിസൾട്ട്, ഗുഡ് റിവാർഡ്. മലയാളത്തിൽ പറയാം, നല്ല മനസ്സ്, നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ, നല്ല ചിന്തകളിൽ നിന്നുള്ള കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളിൽ നിന്നും കർമ്മഫലങ്ങൾ, നല്ല കർമ്മഫലങ്ങളിൽ നിന്നും നല്ല കർമ്മ പ്രതിഫലങ്ങൾ. From a good mind, good thoughts will come. From a good thoughts, good action will come. From a good action, good result will come. From a good result, good reward. രണ്ടും ശരിയാണ് ഞാൻ പറഞ്ഞത്. ആർക്കും തള്ളിക്കളയാൻ പറ്റുന്നൊന്നുമല്ല. ഭാഗവതം മൊത്തം ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ദി ചേഞ്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് മൈൻഡ്. അപ്പോൾ എവിടെ സങ്കല്പം എവിടെ വന്ന് അതിനുവേണ്ടി ഞാൻ കാണിച്ചതാണ്. സങ്കല്പം എവിടെ മനസ്സിൽ നിന്നല്ലേ ഉരുത്തിരിയുന്നത്. അപ്പോൾ 500 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കാം. അപ്പോൾ മറ്റൊരു മനസ്സ് നമ്മൾ പറയും, ബാഡ് മനസ്സ് പറയും, വേണ്ട 500 കൊടുക്കണ്ട, 250 കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വേരിയേഷൻ. അപ്പോൾ ഇതിനെല്ലാം പ്യൂരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ട്. ഏതാണ്? ഇതിനകത്തിരിക്കുന്ന കണ്ടും എന്നാൽ കാണാതെയും ഇരിക്കുന്ന ഒരു പരബ്രഹ്മ ചൈതന്യമുണ്ട്. അതിനെക്കൊണ്ട് ചിന്തിപ്പിക്കണമെങ്കിൽ നമ്മളുടെ സംസ്കാരം ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമായാൽ എല്ലാം നമുക്ക് ശുദ്ധമാകും. അതുകൊണ്ട് സമർപ്പണം എൻ്റെ പൂർണ്ണതയാണ്. നഷ്ടമൊന്നും ആവില്ല. നിങ്ങൾ 50,000 കൊടുത്താലും 1,00,000 കൊടുത്താലും നഷ്ടമാവില്ല. കാരണം വരുന്ന കാലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ഗുഡ് റിസൾട്ട്, റിവാർഡ് നമുക്കുണ്ടാകും. അതിന് മനസ്സാണ് ആധാരമെന്ന് ഞാൻ പറഞ്ഞു. സോ ദി ചേഞ്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് മൈൻഡാണ്. അതുകൊണ്ട് മനോസമർപ്പണം നടത്താനാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ സമയമായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ 1 മണി അല്ലെങ്കിൽ 12:45 നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിടാം. അതുവരെ എൻ്റെ മുമ്പിലല്ല, ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ കഥകൾ മാത്രം പറയാൻ നിയോഗിച്ച നിമിത്തമാത്രം ഭവസവ്യസാജിൻ. ഞാനൊരു ഉപകരണമാണ്. നിങ്ങളൊക്കെ ടൂൾസാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും അതുപോലെ ഉപകരണമാണ്. അതുകൊണ്ട് ഇനി മിണ്ടരുത്, സംസാരിക്കരുത്. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഏറ്റശാലയൊന്നും. ഇപ്പോൾ അപ്പുറത്ത് നിന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ചെവിക്ക് എന്തോ അസ്വസ്ഥതയാണ്, അങ്ങ് പോകും. അതെൻ്റെ പണ്ടേ ഉള്ളൊരു കാര്യമാണ്. ശ്രദ്ധ പോകുമെന്നല്ല, ശ്രദ്ധയൊന്നും പോവില്ല, ഇതുവരെ പോയിട്ടില്ല. എവിടെ പോയാൽ ഞാൻ തിരിച്ച് അവിടെ തന്നെ വരും. പക്ഷേ കേൾക്കുമ്പോൾ ഒരു അരോചകത്വം തോന്നും. അതുകൊണ്ടാണ്. അതിലെങ്കിലും നമ്മൾ ഭഗവാന്റെ മുന്നിൽ അല്ലേ മിതഞ്ച സാരഞ്ച വജോഹ്വാത്മിത എന്ന് പഠിച്ച വ്യക്തി ആയതുകൊണ്ട് കൂടി ആയിരിക്കും വളരെ കുറച്ച് മാത്രമേ സംസാരിക്കും. കുറച്ച് സംസാരിക്കാൻ നിയമമില്ല. എവിടെ? ആചാര്യൻ്റെ മുമ്പിൽ, ഗുരുവിൻ്റെ, എൻ്റെ അല്ല, ആചാര്യന്മാരുടെ മുമ്പിൽ, ഗുരുക്കന്മാരുടെ മുമ്പിൽ, ഈശ്വരൻ്റെ മുമ്പിൽ, നമ്മൾ ബഹുമാനിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഒക്കെ അതിനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ. മിതഞ്ച് സാരഞ്ച് വജോഹി വാത്മിതാഹ. നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. ഗുരു, ദൈവതം എന്നൊക്കെ പ്രത്യേകം പ്രമാണങ്ങളൊക്കെ ഒരുപാട് എല്ലാത്തിനും പ്രമാണമാണ്. ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. പോട്ടെ. അപ്പം അതുകൊണ്ട് ഇനി അടുത്തൊരു ചടങ്ങെന്ന് പറയുന്നത്, ഈ രുക്മിണി ദേവി ഒരു ദക്ഷിണ കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? പറയുന്നത് ശ്രദ്ധിക്കുക. എനിക്ക് പോകണമെന്നുള്ളൊരു സംസാരിക്കുന്നത് വെളിയിൽ പോവുക, കുഴപ്പമൊന്നുമില്ല. രുക്മിണി ദേവി ഈ അന്വയിപ്പിക്കാനായിട്ട് ഭഗവാന്റെ മെസ്സേജുമായി പോയ ഒരു ബ്രാഹ്മണനുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ടല്ല, കല്യാണം കഴിയുമ്പോൾ എല്ലാവർക്കും വസ്ത്രവും കൊടുത്ത് കാശും കൊടുക്കുന്നതല്ല. അത് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കും. പക്ഷെ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അവിടെ രുക്മിണീദേവിയുടെ കയ്യിൽ അന്നേരം ഒന്നും ഉണ്ടായിരുന്നു. ഭാഗവത്തിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ദ്രവ്യം ഉണ്ടായിരുന്നു. എന്നാൽ രാജകീയമായ കൊട്ടാരത്തിൽ താമസിച്ച മഹാരാജ്ഞി അല്ലായിരുന്നു. പക്ഷേ സന്ദർഭം കൊണ്ട് ഒന്നുപോലും എടുക്കാൻ സാധിക്കാത്ത ദേവി കൊടുത്തത് എന്തായിരുന്നു? അത് സൂചിപ്പിക്കാനാണ്. മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും എൻ്റെ പാരായണക്കാരും എൻ്റെ ഓർക്കസ്ട്രക്കാരും പിന്നെ ആരൊക്കെയാണ് അത് കേൾക്കുന്നത്, ലോകം മൊത്തം ഇത് എവിടം വരെ കേൾക്കുമോ അവർ മനസ്സിലാക്കണം. കൊടുക്കണമെന്നില്ല. കാരണം കൊടുത്തു, പിന്നെ ദേവി കൊടുത്തു. പക്ഷെ അന്നേരം പെട്ടെന്നൊന്നും കൊടുക്കാൻ സാധിക്കാതെ വേദനിക്കുന്ന ആ സുക്മിണി എന്ന് പറയുന്ന കുട്ടി എന്ത് കൊടുത്തു? പഞ്ചനമസ്കാരമാണ് സ്ത്രീകൾക്ക് പറഞ്ഞെങ്കിലും അവിടെ ആ ബ്രാഹ്മണന്റെ മുന്നിൽ ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, ഞാനും ഭഗവാനും ദ്വാരകയിൽ താമസിക്കുന്ന സമയത്ത് അങ്ങൊന്ന് വരണേ, വേണ്ടതെല്ലാം തരാം.
മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അവിടെ എന്തെങ്കിലും കൊടുത്തോ? പക്ഷെ സങ്കല്പം കൊണ്ട്. അപ്പോൾ ഒരു ഗുരുദക്ഷിണ എന്നുള്ളത് ഉള്ളതാണ്. ക്രിയയ്ക്ക് ശേഷിയെ ദക്ഷിണ, ദക്ഷിണാഹീനം, ഫലം ശൂന്യം. അതിന് ഇത്രയൊന്നൊന്നുമില്ല. പത്രം, പുഷ്പം, ഫലം, തോയം. ആനയെ കൊടുക്കാം, തുളസിയിലെ കൊടുക്കാം, പിന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനസ്സിൻ്റെ ഇടം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് രുക്മിണി സ്വയംവരത്തിൽ രുക്മിണി എന്ന് പറയുന്ന കുഞ്ഞ് ആചാര്യന് ഗുരുക്കന്മാർക്കൊക്കെ ഒരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അത് ആദ്യം നിങ്ങളും മിണ്ടരുത്. അതിനകത്ത് അധികാരികൾ വന്നിട്ട് അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇന്ന് ധാരാളം കാര്യങ്ങൾ ഈ സമയത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം എല്ലാവരും കൈപൊക്കി വരുന്ന വർഷവും ഇത് നടത്തണമെന്നും അതെൻ്റെ ഒരു നിയമമാണ്. നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകും. ഇത് വരുന്നതും വരാത്ത വേറെ അതൊന്നും ചിന്തയേ ഇല്ല. ഇനി എന്തെല്ലാം പറഞ്ഞാൽ അങ്ങനെ ചിന്തയില്ല. തുറന്ന് ഞാൻ പറയുക. വെറ്റയും വാക്കുമൊക്കെ എടുത്ത് വെറ്റയും വാക്കും വേണം. ഒന്നാവരുത്, ഫലം പോവും. ഇനി തുമ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂദേവിയാണ്. ഒരു വാക്കും പറ്റി ഇവിടുത്തെ കാര്യമല്ല. പൊതുവെ ചിലടങ്ങളിൽ അങ്ങനെയാണ്. ഒരു വെറ്റയും വാക്കും. അപ്പോൾ ആചാര്യനാണ് തരുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? എൻ്റെ തുമ്പ് വെച്ച് മോടെ വലതു ഭാഗത്ത് മോൻ്റെ വലിച്ചു കൊടുക്കും. അപ്പോൾ എന്താ? കരാഗ്രേ ആണല്ലോ വസലക്ഷ്മി, താമ്പൂലാഗ്രേ മഹാലക്ഷ്മിസ്തു ദേവത. അപ്പോൾ ദേവതയെ കളഞ്ഞിട്ട് പിന്നെ വരുന്നെല്ലാം എന്താണ്? മൂദേവിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ചിലവാക്കാം. ഒരു 10 വാക്കും പറ്റിയും വാക്കുന്നതാണ്. ഇവിടുത്തെ കാര്യമല്ല, ഞങ്ങൾ പൊതുവെ പറഞ്ഞതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നികത്താൻ വേണ്ടി പറയും. ഇതിനെ കയറ്റിക്കുക. ഇതിലെ കൂടെ കയറ്റുന്നതാണ്. ഭഗവാനെ നാരായണ. വിശപ്പായോ എല്ലാവർക്കും? വിശപ്പായോ? ഇല്ല, 12 മണിയല്ലേ ആയുള്ളൂ. നാളെ കുചേലാഗമനമാണ്. ഇതുപോലെ ഗംഭീരമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. ഗംഭീരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിളക്ക് നോക്കണേ. നാരായണ. അമ്മോളിങ്ങ് അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് തിരിഞ്ഞില്ല. വിളക്ക് നോക്കും. ഇപ്പുറത്ത് വാ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് നല്ല മോളെ. ശരി, എനിക്കാൻ മതി. അത് കുഴപ്പമില്ല. അത് പോട്ടെ. കാലോട്ടുണ്ട്. കുഴപ്പമില്ല. ലക്ഷ്മിയല്ല. ഇന്നോ ഇനി പിച്ചാട്ടുണ്ട്. ഇന്നോ പിച്ചാട്ടുണ്ട്. കുഴപ്പമില്ല. മാറ്റി വെച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കുക. ദക്ഷിണാദാനമാണ് നടക്കുന്നത്. അപ്പുറം കൊണ്ട് വിട്ടോളൂ. അപ്പോൾ ഇവർക്കും കൊടുക്കാം, അവർക്കും കൊടുക്കാം. എന്തോ പറയാം. ഓ മണിക്കൂടെ കൊടുക്കണം കേട്ടോ. മണിക്കൂടെ
സാറേ മൈക്കിനും കൂടെ കൊടുക്കും. നമ്മുടെ ക്ഷേത്ര ഗായകമില്ല, അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മളൊരാൾ പോലും ഒരു മനോവേദന ഉണ്ടാവരുത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ. ഒരു 2 രൂപയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം പുള്ളിയില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. എന്തായാലും എല്ലാവരും ആഗ്രഹമുള്ള ഭക്തി ഇനങ്ങൾ പറയുക. 1-ാമത്തെ അഗസ്ത്യ പൂജ ഞാൻ ചെയ്യാം, 2-ാമത്തെ അഗസ്ത്യ പൂജ ഞാൻ ചെയ്യാം. അങ്ങനെ ഭക്തന്മാർ തയ്യാറാകണം. അതാണ് ആദ്യം ഞാൻ ചോദിച്ചത്. അടുത്ത വർഷവും യജ്ഞം നടത്താൻ ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നേരത്തെ അതിന് ചെറിയ വിവരണങ്ങളൊക്കെ തന്നിരുന്നു. മനസ്സിൻ്റെ ഇടമാണ്. പണം ഇല്ലെങ്കിലും ആ സമയത്ത് ഭഗവാൻ നമുക്ക് തരും. കാരണം നിഷ്കളങ്കമായ സമർപ്പണത്തിൽ സമയം കളയാതെ ആഗ്രഹമുള്ളവർ പറയുക. ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാം, 2 ദിവസം കൊണ്ട്. ഇപ്പോൾ ആഗ്രഹമുള്ളവർ പറയുക. വരുന്ന വർഷവും ഈ ഓരോ ദിവസങ്ങളിൽ അഗസ്ത്യ പൂജ, അതുപോലെ തന്നെ അന്നദാനം ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പറയുക. അത് ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ എഴുതുന്നതാണ്. തീർച്ചയായിട്ടും സമയം വരെയും അവർക്കത് സാധിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് ഭഗവാൻ കൊണ്ടുവന്ന് കൊടുക്കും. അതിന് നമ്മുടെ പുരാണത്തിലൊരു കഥയുണ്ട്. എന്താണ്? കൊടുക്കില്ലേ? അതിവിടെ കൊടുക്കണ്ടായിരുന്നു. അത് കൊടുത്താൽ മതി, സാറ് കൊടുത്താൽ മതി. അത് അവിടെ വെച്ചാൽ പീഠത്തിൽ വെച്ചാൽ വിളിക്കാമെന്ന്. പീഠത്തിൽ വെച്ചാൽ പിന്നെ ആദ്യം അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം പറയാനൊരു വിഷമം തോന്നും. അതിലാദ്യം ഒരാൾ പറയുക, വരുന്ന വർഷം ഇത്രാമത്തെ ദിവസത്തെ പൂജ അല്ലെങ്കിൽ അഗസ്ത്യം ഞാൻ സമർപ്പിക്കാം. അടുത്ത വർഷത്തെ കൂർമാവതാരം കാർത്തിക രാജീവ്, കാർത്തിക നക്ഷത്രം, അമ്പാടി, കരുമാടി 2-ാം ദിവസത്തെയാണ്. ശ്രീഹരി അനിഴം, കൊട്ടാരത്തിപ്പറമ്പ്, കരൂർ, സർപ്പപൂരിയും 1 ദിവസത്തെ സപ്താഹവും കൂടി സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അത് ഓരോരുത്തരും നിങ്ങൾ പറയുക. ആദ്യമുള്ളവർ പറയുക. അഥവാ ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് ഈ യജ്ഞം തീരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറയുക, ഞാനത് കുറിച്ചെടുക്കാം. ഇത് വളരെ ഭാരിച്ച ചിലവുള്ള ഒരു മഹായജ്ഞമാണ്. നമ്മളൊരു കുടുംബക്ഷേത്രമായതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിധിയുണ്ട്. എങ്കിലും ഒരു ദേശത്തിൻ്റെ ക്ഷേത്രത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പരിധി വെച്ചിട്ട് പോകുക എന്നുള്ളതല്ല. കുടുംബക്ഷേത്രങ്ങളെല്ലാമാണ് മഹാക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളത്. അങ്ങനെ മാറുമ്പോഴുള്ള ഗുണമെന്താണെന്ന് ചോദിച്ചാൽ കുടുംബക്കാർക്കാണ്, നമുക്കൊരിക്കലും അതുകൊണ്ടൊരു കുറവുണ്ടാകും. ഇവിടെ പോയാലും ഏത് വിദേശത്ത് പോയാലും ആ കുലദൈവങ്ങൾ രക്ഷിക്കും. അത്ര അനുഭവം. മാവേലിക്കര ചേർത്തലയാണിപ്പോൾ അവിടെ അല്ലേ? ചേർത്തല എവിടെയാണ് വീട്? ചേർത്തല കുറുപ്പംകുളങ്ങര. അപ്പോൾ അവിടെ വർഷങ്ങളോട് താമസിക്കുന്നവിടെ അല്ലെന്ന് തോന്നുന്നല്ലേ? അല്ല. അപ്പോൾ അത് പറയാം. അപ്പോൾ ഇതുപോലെ മാവേലിക്കര 600 അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു ഭക്തൻ സംഘാടകർ ചെന്നൊരു കുടുംബാംഗത്തോട് പറഞ്ഞു ഇവിടുത്തെ സർപ്പദൈവങ്ങൾ കാണട്ടെ. അങ്ങനെ പൈസയില്ലെന്ന് പറഞ്ഞു. സർപ്പബലിയുടെ തലേ ദിവസം UK-യിൽ സർപ്പം, കിടന്ന റൂമിൽ സർപ്പം. ചിന്തിക്കാൻ ഞാൻ പറയുക, മനസ്സിലാക്കാൻ വേണ്ടി അവിടെ UK-യിൽ കിടക്കുന്ന റൂമിൽ ഫ്ലാറ്റാണെന്ന് നമുക്ക് അറിയില്ല, സർപ്പം. അപ്പോൾ തന്നെ ഫോണെടുത്ത് വെച്ച് വിളിച്ചു, ക്ഷമായാചനം പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് 3 കൊല്ലം ഞാൻ നടത്താമെന്ന് പറഞ്ഞു. അതാ പ്രത്യക്ഷ സ്വരൂപങ്ങളാണ് സർപ്പദൈവങ്ങൾ. വന്ദിപ്പിൻ കുലദൈവങ്ങളെ. കൃഷ്ണനെ പൂജിച്ചില്ലെങ്കിലും, ശിവനെ പൂജിച്ചില്ലെങ്കിലും, ഭദ്രകാളിയെ പൂജിച്ചില്ലെങ്കിലും, ശാസ്താവിനെ പൂജിച്ചില്ലെങ്കിലും ആരെ പൂജിക്കണം?
അതിൻ്റെ മെഷർമെൻ്റൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, 3x39 ഗോസ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് ആഗീരണ വികരണ ശേഷിയുള്ളത്. അത് നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പൂർവികന്മാർ ഇവിടെ സ്ഥാപിച്ചതാണ്. അതിൻ്റെ പിൻഗാമികളായ നമ്മൾ ജോലി ചെയ്യുന്നതിൽ ഒരു അംശം കൊടുക്കുന്നതുകൊണ്ട് 100 ഇരട്ടി അതിൽ ഉണ്ടാകാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറയുക, എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. മനസ്സുള്ളവർ പറയുക, ഒരു ദിവസത്തെ പൂജ, ഒരു നേരത്തെ പൂജ, അല്ലെങ്കിൽ ഒരു നടത്താൻ ആഗ്രഹമുള്ളവർ പറയുക. ഇത്തിരി ഇതൊക്കെ ചെയ്തു വെച്ചാൽ സംഘാടകർക്ക് ഇനി ആര് വന്നാലും അവർക്ക് കുറേ പ്രയത്നിച്ചാൽ വളരെ തുച്ഛമായ ആളുകൾ കിടന്നാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. ഉണ്ടെങ്കിലും എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രോഫിറ്റ് മോട്ടീവ് അവർക്ക് എടുക്കാനൊന്നും വേണ്ടിയല്ല എന്നെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒരു രൂപ ബാലൻസ് വന്നാൽ അത് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അപ്പോൾ തന്നെ അക്കൗണ്ടിൽ പോവുകയാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം 5 പേര് വന്നു. അവരെല്ലാവരും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വന്നപ്പോൾ മനസ്സിലായി നമ്മുടെ ദേശക്ഷേത്രമല്ലല്ലോ, പക്ഷേ ദേശക്ഷേത്രമാക്കി നമുക്ക് എടുക്കാം. കുടുംബാംഗങ്ങൾ വിചാരിച്ച ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി ധനവ് വരും, വിശ്വാസം കൊണ്ടാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്, ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. അപ്പം 3 പേര് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് പറയുക പോട്ടെ. അത് പോട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാണ്? സംശയമൊന്നുമില്ലോ. ഗജ തുരക സഹസ്രം ഗോകുലം കോടിദാനാം കനക രചിത പാത്രാം മേദിനി സാഗരാന്തം ഉഭയ കുലവിശുദ്ധാം കോടികന്യപ്രദാനം നഹിനഹി ബഹുദാനം ഹന്നദാനം സമാനം. ഇത് പത്മപുരാണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകമാണ്. മീനിങ് ഇവിടെ ഞാൻ പറയുകയാണ്. ഗജം ആന, തുരകം കുതിര. 1000 എന്ന് 1000 എന്ന് പറയുന്നത് 1000 എന്നല്ല അർത്ഥം. നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ കാണുന്ന ഒരു അർത്ഥം 1000 1000 അല്ല, പിന്നെന്താണ്? സർവം വൈ സഹസ്ര, എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അനന്തം എന്നുള്ള വാക്കാണ് യഥാർത്ഥത്തിൽ അതിന് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ വിരാട് പുരുഷനാവില്ല. 1000 തലയുള്ള വിഷ്ണു, 1000 കാലുള്ള വിഷ്ണു എന്ന് പറയുമ്പോൾ അങ്ങനെ 1000 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ലോകസ്വരൂപൻ എങ്ങനെയാകും? വിരാട് സ്വരൂപൻ എങ്ങനെയാകും? ആകണമെങ്കിൽ എല്ലാം എന്നുള്ള അർത്ഥം വരണം. പോട്ടെ. അപ്പോൾ അങ്ങനെ അനന്തമായ കുതിരകളെയും ആനകളെയും ദാനം ചെയ്താലും അതിൻ്റെ സാരാംശം ഇതാണ്. 1000 കുതിരകളെയും 1000 ആനകളെയും ഗജതുരക സഹസ്രം ഗോ കുലം കോടി ദാനം. ഗോ എന്ന് വെച്ചാൽ പശുവാണ്. 1 കോടി പശുക്കളെ ദാനം ചെയ്താലും പിന്നെന്താ പറഞ്ഞത്? കനക രചിത പാത്രം, സ്വർണങ്ങൾ കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി ദാനം ചെയ്താലും, കനകരചിത പാത്രം മേദിനി സാഗരാന്തം, ഭൂമി സമുദ്രത്തോളം ദാനം ചെയ്താലും, ഉഭയകുല വിശുദ്ധാം കോടികന്യപ്രധാനാം, ഉന്നത കുലത്തിലെ ഒരു സ്ത്രീയെ ആഭരണങ്ങളോടുകൂടി വിവാഹം കഴിച്ച്, ഇപ്പം നമ്മൾ അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഒരാളിൻ്റെ നേതൃത്വത്തിൽ അയാൾ 2 കുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്താലും നഹി നഹി ബഹുദാനം അന്നദാനം സമാനം. എപ്പോഴാണ് നമ്മൾ മതിയെന്ന് പറയുന്നത്? മതിയെന്ന് പറയുന്നത് ഒരു ടൈം ഏതാണ്? ഒറ്റ ടൈം ഉണ്ടെങ്കിൽ ആണോ? ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പോകും. പക്ഷെ എന്നാലും അപ്പോൾ പറയുന്ന ഒറ്റ സമയം മതിയെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മതി, മതികല ചൂടും പുരിജട തന്നിൽ, മതികല ചൂടും പുരിജട തന്നിൽ. അവിടെ എന്താണ് മതിയെന്ന് പറയുന്നത്? ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. പിന്നെ ഏറ്റവും ഇപ്പോൾ നിൽക്കുന്ന 14 അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സംതൃപ്തി, 3ാമത്തേത് അനുഗ്രഹം. ഇങ്ങനെ തുടങ്ങിയാൽ ഈ അന്നം കൊടുക്കുന്നവർക്ക് കിട്ടും. ഇപ്പോൾ എത്ര പേര് ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചു? ആരാണ് ഇത് അന്നദം ചെയ്തത്? അവർക്ക് കിട്ടുന്ന എത്ര പേരുടെ അനുഗ്രഹമാണ് അറിയാമല്ലോ. അനുഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത വർഷം യജ്ഞം നടക്കുമ്പോൾ പിന്നെ വേറെ ഉണ്ട് അർത്ഥങ്ങൾ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയം അങ്ങ് പോകും. എന്തായാലും ഇതാണെങ്കിലും മഹാത്മ്യം. പത്മപുരാണം നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുകയല്ല. പിന്നെന്താണ് ഇങ്ങനെയുള്ള യജ്ഞമെന്ന് പറയുന്ന വാക്കെന്താണ്? അത് ധാതു. എന്താണ് ആ ധാതു? സമർപ്പിക്കുക എന്നാണ്, ഒത്തുചേരുക എന്നാണ്, കൂട്ടിയോജിക്കുക എന്നാണ് യജ്ഞത്തിൻ്റെ അർത്ഥം. ഇത് കച്ചവടവും മാർക്കറ്റിംഗ് വ്യവസ്ഥയൊന്നും അല്ല. ദ്രവ്യയജ്ഞവും അല്ലെങ്കിൽ പോലും നമുക്ക് പണം ഇല്ലെങ്കിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വരുന്ന വർഷം യജ്ഞം നടക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ 1 ചാക്കരി സമർപ്പിക്കാം എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഉണ്ടാവണം. 1 ചാക്കരി. ഷുഗർ കൂടുതലല്ലേ ഇപ്പോൾ? PSC ഒക്കെ പാസ്സായിരിക്കുന്നവരല്ലേ നമ്മൾ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഞാൻ PSC എന്ന് പറഞ്ഞതേ ഉള്ളൂ, പബ്ലിക്. അപ്പോൾ 1 ചാക്കരി. അടുത്ത ഓരോ പിടി അരി വാരിയിട്ടില്ല. അമ്മയോടും കൂടെ പറഞ്ഞു, കണ്ണാടി വെച്ചിരിക്കുന്ന അമ്മയില്ലേ,
ഒരു പിടി അരി വാരിയിട്ടാൽ അടുത്ത വർഷമാകുമ്പോൾ ഒരു ചാക്ക് അരിയാവും. കാരണം നമുക്കെന്താ ഈ പറഞ്ഞതുണ്ട്, കുറച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരാൾ പറയുക, ഞാൻ പറയണം അടുത്ത വർഷത്തേക്ക് ഒരു ചാക്ക് അരി കൊടുക്കും. അപ്പോൾ 50 കിലോ ഉള്ളിപ്പോൾ 100 കിലോ ഇല്ല, ഇപ്പോൾ പൈസ കുറവാണ്. അങ്ങനെ ആഗ്രഹമുള്ളവരെങ്കിലും ഒന്ന് പറയൂ, ഒരു സംതൃപ്തി എനിക്ക് വരട്ടെ. കുറച്ച് പറയൂ. പേര് അവിടെ ഉണ്ടല്ലോ, മറ്റേ ഫോണിൽ, മറ്റേ ബൈക്കില്ലേ, ഒരു ചാക്കരി. എന്നിട്ട് അവിടെ ഇരിക്കും. വേണുഗോപാൽ. നക്ഷത്രം കൂടെ ഒന്ന് പറഞ്ഞുതരാം. രോഹിണി. പിന്നെ ഇനി എന്താണ് തെളിവ്? ആൻസർ പറഞ്ഞില്ല, ചോദിച്ചു വച്ചിരിക്കുകയാണ്. അഷ്ടമരോഹിണി ദിവസം പൂജിക്കുന്ന ദേവനാരെന്ന് ചോദിച്ചിട്ട് ഇതുവരെയും ആൻസർ കിട്ടിയില്ല. ദിവസം 5ആയി. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത, രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ആരാണ്? ഇതൊക്കെ നിമിത്തമാണ്. ഇത് ഭഗവാൻ പറയിക്കുന്നതാണ്, എൻ്റെ വാക്കുകളല്ല. സാക്ഷാത് ജഗദീശ്വരൻ്റെ വാക്കുകളാണ് പീഠത്തിൽ ഇത് പറയുന്നത്. വിട്ടുലോകത്തിന് അതിന് മനസ്സിലാവില്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? രോഹിണി നക്ഷത്രത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ ദേവതയൊക്കെ ആരാണെന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കും. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദേവത ഏതാ പറ? നമ്മുടെ നക്ഷത്രം എന്താ? അതിൻ്റെ ദേവത ആരാ? അശ്വതി ദേവത. പോയി പണി നോക്ക്. എന്താ? ഞാൻ എഴുത്തപ്പോൾ ഒന്ന് പറഞ്ഞു തീർക്കണം, നിങ്ങൾക്ക് ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ ദൈവം നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ എന്തോ അറിയുന്നത്, എന്തോ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എന്താ പഠിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അങ്ങ് പറയുന്നത്. ഫിസിയോളജിക്കലി ട്രീറ്റ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം ഇത് പറയാൻ ഞാൻ രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ഭഗവാൻ രോഹിണി നക്ഷത്രത്തിൽ തന്നെ ജനിക്കാൻ കാരണം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും ഞാൻ തന്നെ എന്നുറപ്പിച്ചുകൊണ്ടാണ് അവതാരം ചെയ്യുന്നത്. അറിയാതിരിക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടില്ല, നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളൂ. ഞാൻ ഭാഗവതമാണ് പറയുന്നത്. ഞാൻ സൃഷ്ടികർത്താവ് തന്നെയാണ്. ഇതേവേ ഇമാനി ഭൂതാനി ജായന്തേ, ഞാനാണ്, ഞാൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ പറഞ്ഞതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വന്നിരിക്കുന്നത് രോഹിണി ഭഗവാന്റെ നക്ഷത്രമാണ്. ആദ്യം വേണുഗോപാൽ, രോഹിണി നക്ഷത്രം. അടുത്ത ആൾ പറയൂ, അമ്മ പറയൂ. രാധിക ദേവിക. വീട്ടുപേര് ചുളങ്കോട്. ഒരു യാക്കരി സമർപ്പിച്ചിരിക്കുകയാണ്. എന്തമ്മ? പുനൃതവും അത്തവും അവിടെയും വന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാളാണ്. വ്യാഴവും വന്നു. അപ്പോൾ ചന്ദ്രൻ വന്നു, ചന്ദ്രൻ ഓഷധീശൻ. ഇവിടെ വ്യാഴം വന്നു, അതും ഭഗവാൻ തന്നെ. ഇതൊക്കെ തെളിവുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആസ്ട്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ അയച്ചു വിഷയക്കാരനാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങളിത് പറയുന്നത്. ആശു വാങ്ങിക്കാൻ വേണ്ടിയൊന്നുമല്ല. പറഞ്ഞു, ഓരോരുത്തരുടെ സമയം കളയണ്ട. നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് കുറച്ച് നിന്നോ, കുഴപ്പമില്ല. അത് അങ്ങനെ മനസ്സ് വന്നാൽ മതി. പറയൂ. വരുന്ന വർഷം കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പരീക്ഷ ഒന്നും കിട്ടുന്നില്ല അമ്മയ്ക്ക്? പരീക്ഷയില്ലേ? അല്ല, കൊടുക്കുന്നത് കൊടുത്തോ. ഇപ്പോൾ പറയുന്ന ഈ പ്രസൻസ് ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ച ഇതാണ്. അമ്മ ഭീമസേനൻ്റെ ആളാണ്. ജീവിച്ചിരിക്കുമോ എന്നുള്ള അറിഞ്ഞുകൂടാ. കൊള്ളാം, നല്ല കാര്യം തന്നെ, ആയിക്കോട്ടെ. അപ്പോൾ ആ സബ്ജക്റ്റ് വിട്ടുതരാം, പറയണ്ട അല്ലേ? ഇന്ന് ഞാൻ വേറെ പ്രമാണം പറയേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് പിടിക്കില്ല. അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു. ആരെങ്കിലും പറയാനുണ്ടോ? സാധാരണ ഇതൊക്കെ ഞാനൊരു ക്ഷേത്ര സന്നിധാനത്തിൽ പറയുന്ന സമയത്ത് ആളുകളൊന്ന് ക്യൂ നിൽക്കുകയാണ് എഴുതിക്കാൻ. ഇതാദ്യത്തെ അത്ഭുതമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്ത് കൊടുത്ത് നശിച്ചതാര്, കൊടുക്കാതെ നശിച്ചതാര്, തൊട്ട് നശിച്ചതാര്, തൊടാതെ നശിച്ചതാര്, ആ കഥയൊക്കെ ഞാനിവിടെ പറഞ്ഞതാണ്. മനസ്സ് മാറണം. കൊടുക്കണം. കൊടുനീതിയാണ് ഭഗവാൻ കൊടുക്കണം. ഒരു വർഷമുണ്ട് ഇനി. ഇതൊക്കെ എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ്. എല്ലാവരും അതിനൊക്കെ സമർപ്പിക്കാറുണ്ട്. എന്താ? ഞാൻ തോറ്റു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ എഴുതി വയ്ക്കാൻ തോറ്റു.
ഇനി ഇഷ്ടമുള്ളവർ ഭഗവാങ്കിൽ പറയുക, സമർപ്പിക്കുക. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. നാളെ നമ്മുടെ ദിവസം 6-ാം ദിവസം നടക്കുന്ന കുചേലാഗമനം. ഞാൻ ഈ രാമപുരത്ത് ഒരു അമ്മയുടെ കാര്യം പറഞ്ഞില്ല. അമ്മ വേണം. അമ്മ ഇനി എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? നക്ഷത്രം എന്താ? ആദ്യത്തെ ദിശയിൽ ജനിച്ച ഈ അമ്മ എത്ര? 78. 78. നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കുകയാണ്. അമ്മക്ക് പറഞ്ഞെന്തെന്നറിയാം? അടുത്ത വർഷം ചിലപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിലോ ലോ എല്ലോ വി ആണ്, ലായാണ്. അപ്പോൾ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹുർ, വ്യാഴം. ആദിത്യൻ 6 ഫുള്ളായിട്ട് കൂട്ടുകയാണ്. ചന്ദ്രൻ 10, 16, ചൊവ്വ 7, 16 7 23 അല്ലേ ചൊവ്വ. പിന്നെ 18 കൂട്ടും. 23 18 41 ആണോ? 41. പിന്നെ 16 കൊല്ലം വ്യാഴം. 48 41 10 51 57 ആണോ? പിന്നെ ഇപ്പോൾ 19 കൊല്ലം കൂടെ കൂട്ടുമ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ ദശാകാലം? കേട്ടില്ല? ബുധനായോ? ഇപ്പോൾ 48 19 ശനി അത് ചോദിച്ചതാ. അപ്പോൾ എത്രയായി? ബുധൻ. ആ ബുധനിലിരിക്കുന്ന അമ്മയാണോ ഇങ്ങനെ പറയുന്നത്? ഇനി അമ്മ ഒരു ശതസംവത്സരം 84 വയസ്സുവരെയെങ്കിലും ജീവിച്ചിരിക്കുക. പ്രിയാക്കരി ഭഗവാൻ കൊടുത്തോ? 84 വർഷം ജീവിച്ചിരിക്കട്ടെ. 84 വർഷം ജീവിച്ചിരുന്നാൽ മതി. 1000 പൂർണ്ണചന്ദ്രനെ കാണുന്ന ഒരു വ്യക്തിക്ക് പുനരഭി ജനനം പുനരഭി മരണം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഭാഗ്യം ചെയ്തവർക്ക്. നമ്മുടെ കരുണാകരൻ സാറേ, അത് നമ്മുടെ കരുണാകരൻ ലീഡർ അല്ലേ, അവരൊക്കെ ആരായിരുന്നു? അവരെയൊക്കെ നമ്മൾ ലാസ്റ്റ് ഞാൻ പറയുകയല്ല, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ദാസനായിരുന്നു അദ്ദേഹം. 84 വയസ്സു. ഇട്ട മുദ്രാങ്കിതമായ മോതിരം പോലും പേര് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മറന്നുപോയി. ലക്ഷ്മിക്കുട്ടി. എന്തായാലും ശരി, മരണസമയത്ത് കല്യാണിക്കുട്ടി ആ മോതിരം എവിടെയാണ് കൊണ്ടുപോയി കൊടുത്തെന്നറിയാമോ? ഗുരുവായൂരപ്പന് ചാർത്താൻ കൊടുത്തു. ഗുരുവായൂരപ്പന് ചാർത്താൻ കൊടുത്തു. മനസ്സ് ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നടക്കും. ഒഡീഷനല്ലായിരുന്നു, എല്ലാം കൊടുത്തില്ലേ ഭഗവാന്. എന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് തന്നെ കള്ള എന്ന് വിളിച്ചില്ലേ അദ്ദേഹത്തെ? ഒരു സിനിമയുടെ അതിൻ്റെ പേരിൽ വന്നില്ലേ? ഗുരുവായൂരപ്പൻ്റെ ആഭരണം മോഷ്ടിച്ചു വന്നുകൊണ്ട് സിനിമയുടെ വന്നില്ലേ? ചെപ്പ് കുലുക്കണ ചങ്ങാതി എന്ന പാട്ടുകൊണ്ട് പഴക്കം കെട്ട കരുണാകര എന്ന് അതിന് പാട്ടുണ്ടാക്കി പാട്ട് വരെ സിനിമാ പാട്ടിൽ വന്നതാണ്. അവസാനം പോകുന്നതിന് മുമ്പ് തന്നെ അതാണ് ഭഗവാൻ താമസിച്ചപ്പോഴും ആ സത്യം സത്യമായി തെളിഞ്ഞു. ഭഗവാന്റെ ആഭരണം എവിടെ കിടന്നു? കുഴൽക്കിണറിൽ കിടന്നു. ഗുരുവായൂരപ്പൻ്റെ ആഭരണം എടുത്തു കൊണ്ടുപോയത് വൃത്തിയാക്കാൻ പറ്റിയപ്പോൾ തിരുമേനിയുടെ കയ്യിൽ നിന്ന് വീണതാണ്. ആ തിരുമേനി എന്താ ചെയ്തത്? ആ തിരുമേനി അവസാനം മരിക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിതൊക്കെ മറന്നു കാണും, എനിക്ക് മറക്കാൻ പറ്റില്ല. ആ പാപത്തിന് പറഞ്ഞവൻ പങ്കാളികളാകുമോ? ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് അവൻ്റെ തലമുറകൾ അനുഭവിക്കില്ലേ? കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും മനസ്സുകൊണ്ട് ചിന്തിക്കാത്തതുമായ കർമ്മങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞാലും അതിൻ്റെ റിസൾട്ടും ഇഫക്റ്റും ഞാൻ പറഞ്ഞു. എത്ര കാലം കഴിഞ്ഞാലും നാളെ വരുമല്ലോ ഇവിടെ അല്ലേ? കൃഷ്ണൻ പോലും പറഞ്ഞതാണ്. ഞാൻ രാമാവതാര കാലത്ത് ബാലിയെ കൊന്നതുകൊണ്ട് കൃഷ്ണാവതാര കാലത്ത് ആ ബാലി തന്നെ ഇരയായി വന്ന് എന്നെ കൊല്ലും. ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ, ഇല്ലെങ്കിൽ ഫോളോയിങ് അപ്പോൺ ദി ആക്ടർ. 2000 ശരി തന്നെ. അപ്പോൾ ഇവിടെ അനുഭവിക്കും. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വരുന്ന ജന്മത്തിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് നാളെ വരുന്നത് സുധാമാവല്ല, ഏത് മാവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ആചാര്യം വന്നതുപോലെ പറഞ്ഞപ്പോഴത്തേക്ക് അവനിച്ചിരി യുക്തിവാദിയാണ്. മറ്റേ സാധനം നോക്കിച്ച് അടിക്കുകയും ചെയ്യും. പക്ഷേ കാര്യം അവനറിയാവുന്നതാണ്. കഥ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു, ആചാര്യ ഒരു സംശയമുണ്ട്. എന്നാണ് പറഞ്ഞുള്ളൂ. അത് ഏത് മാവാണ്? ഈ മൂവാണ്ടം മാവാണോ അയ്യാണ്ടം മാവാണോ? പേര് പറഞ്ഞു. സുധാമാവിൻ പോയില്ലേ തെറ്റിയപ്പം? സുധാമ എന്നേ ഉള്ളൂ. സുധാമ, അവിടെ ദീർഘമൊന്നുമില്ല. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അത് പിൽക്കാലത്ത് പിന്നെ കുചേലനായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ കുചേലൻ, കുചൈലം മലിനം ക്ഷാമം ദിജം ദമൻ സന്തതം എന്ന മൂലഗ്രന്ഥത്തിലെ ആ വരികൾ വിവരിച്ച് ഇവിടെ ആശയങ്ങൾ പറയുമ്പോൾ
നമ്മളൊക്കെ കുചേലന്മാരാണോ? ആണെന്ന് ഞാൻ പറയും. എന്താ കാരണം? ധനത്തിലല്ല. ഇതെന്താണ്? ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കുചേലത്വം. പാർട്ടയും ഭക്തിക്കാരാകുന്ന നമ്മൾ അല്ലേ? എൻ്റെ കാര്യം പറയും. ആവശ്യത്തിന് വേണ്ടി മാത്രം വിളിക്കുന്ന നമ്മൾ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ കുചേല ശ്രീകൃഷ്ണ സമാഗമം ചർച്ച ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും കുടുംബ സന്ദേശം, അതാണ് ഏറ്റവും വലിയ സന്ദേശം അല്ലേ? കുടുംബം കൂടുമ്പോൾ എവിടെയുണ്ട് ഇപ്പോൾ? അത് 4 പേരും 4 വഴിയിലല്ലേ? സംശയമുണ്ടോ? ഒരു ദിവസം അമ്മയും അച്ഛനും മക്കളും കൂടി തീന്മേശയുടെ മുമ്പിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കൂ, ഒരു നേരമെങ്കിലും. എല്ലാ പൊങ്ങണം. അതിനുവേണ്ടിയാണ് ഇത് മെസ്സേജ് കൊടുക്കുന്നത്, റോ മെസ്സേജ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കണം. ഭർത്താവ് ആ സമയത്ത് ഭാര്യയോട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പറയുന്നത് മനസ്സിലാവണുണ്ടോ? ഇത് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ശരീരം, ഫാമിലി, സൊസൈറ്റി, അടുത്ത ഒരു ചാക്കരി, എയ്തൻ, നിതീഷ്, മകൈരം, ആതിരാലയം എന്നടി വന്നുകൊണ്ടിരിക്കുന്നു. വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരം, മൈ ബോഡി, മൈ സോൾ, മൈ ഫാമിലി, മൈ സൊസൈറ്റി, ആൾസോ മൈ മദർലാൻഡ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു കുടുംബം, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അടങ്ങുന്നതാണ് കുടുംബം. ആ കുടുംബത്തിൽ ഇന്ന് ഈ പരിഷ്കാരമൊക്കെ കൂടിയപ്പോൾ അഥവാ തീന്മേശയുടെ മുന്നിൽ വന്നാലും കയ്യിലൊരു സാധനമുണ്ട്. അതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമല്ല, വെറ്റയ്ക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്നത്. അമ്മയെ നോക്കത്തില്ല, കൊടുക്കുന്നത് നോക്കത്തില്ല, ഇത് നോക്കും, മറ്റതിങ്ങനെ പോകും. അർജുനൻ്റെ പോലെ. അർജുനൻ അങ്ങനെയാണല്ലോ, ഇരട്ടിലും അർജുനൻ ഭക്ഷണം കഴിക്കുമായിരുന്നു. ആണ്, നമ്മളിപ്പോൾ അതുപോലെ പോയിരിക്കുക. അത്രയായി കഴിഞ്ഞു. ആണോ? അപ്പോൾ മാതൃധർമ്മമില്ല, പിതൃധർമ്മമില്ല, പുത്രധർമ്മമില്ല, പുത്രീധർമ്മമില്ല, സഹോദരധർമ്മമില്ല. പിന്നെ അങ്ങോട്ട് പോയാൽ ഒരുപാട് ധർമ്മങ്ങൾ, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, ആയിരക്കണക്കിന് ധർമ്മങ്ങൾ. ആ ധർമ്മശാസ്ത്രം തന്നെ 1000 ശ്ലോകങ്ങൾ അടങ്ങുന്ന വംശബ്രാഹ്മണം എന്ന് പറയുന്ന മഹാഗ്രന്ഥം പോലും ഉണ്ട്. അറിയാം. തലയ്ക്കൊഴിയരുത് അമ്മ, ഇന്ന് ചെയ്തിരിക്കട്ടെ എൻ്റെ പൊന്നമ്മയെ ഞാൻ കുറ്റം പറയുകയല്ല. ഭഗവാന്റെ മുന്നിൽ വന്ന് ഒരു വെള്ളി രൂപയാണെങ്കിലും കൊണ്ടുവന്ന് ഉഴിഞ്ഞ് 10 പ്രാവശ്യം അമ്മ 4 പ്രാവശ്യം ഉഴിഞ്ഞ് ഒറ്റ ഇയർ അവിടെ. ആരാ പഠിപ്പിച്ചത്? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് പ്രഭാഷണത്തിന് വെച്ചിരിക്കുന്ന ആചാര്യന്മാർ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് തലയ്ക്കൊഴിയാൻ പാടില്ല. തലയ്ക്കൊഴിയുന്ന 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ പിതൃകർമ്മം ചെയ്യുന്ന സമയത്ത്. പിന്നെന്ത് ചെയ്യണം? ഇത് ഹൃദയത്തിൽ വെച്ച് കാണിക്കുക. അവിടെയാണല്ലോ ഈശ്വരൻ. ഇതേ എനിക്കുള്ളൂ ഭഗവാനെ. കേട്ടോ അമ്മ, തിരുത്താൻ വേണ്ടി പറഞ്ഞാണ്, തെറ്റായിട്ട് തോന്നരുത്. കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ ഭാഗവതത്തിലെ കപിലവാസുദേവനെ നിങ്ങൾ ചിന്തിക്കണം. 88 വയസ്സുള്ള സ്വന്തം അമ്മയ്ക്ക് 11 വയസ്സുള്ള മകൻ കപിലവാസുദേവൻ സാംഖ്യയോഗം ഉപദേശിച്ച ശാസ്ത്രമാണ് ഭാരതം. അമ്മ പറഞ്ഞില്ല എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞോ? ആ അമ്മയെന്ന് പറയുന്ന ദേവാഹൂതിയെ സാംഖ്യശാസ്ത്രം പഠിപ്പിച്ചു. അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെന്റും അട്രാക്ഷനും ബോണ്ടേജും ഒക്കെ മാറ്റിക്കൊണ്ട്, ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ, ആ അമ്മയെ പരിവ്രാജകയാക്കി മാറ്റാൻ കഴിഞ്ഞ പുത്രനാണ് കപിലൻ. ആ അമ്മ അതെല്ലാം വേദാന്തം പഠിക്കുന്ന പ്രായമൊന്നുമില്ല, ഇതെല്ലാം സമ്പൂർണമായിട്ട് പഠിച്ചു. ആ അമ്മ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് പറയാൻ പറ്റുമോ അമ്മ അവസാനം ഇങ്ങനെയായി പോയെന്ന്? പറയില്ല. നിങ്ങൾ പറയില്ല, ഇനി വരുന്നവരും പറയില്ല. ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല ബാബുരാജ് പറയണത്. കാരണം കപിലവാസുദേവന്റെ കഥയിലേക്ക് കടക്കുമ്പോൾ ആ അമ്മയായ ദേവഹൂതി യഥാർത്ഥത്തിൽ 10 മക്കളെ പറ്റ അമ്മ, 1-2 മക്കളെയല്ല പ്രസവിച്ചു, 10 മക്കളെ പറ്റ അമ്മ. ആ അമ്മയുടെ അവസാന കാലത്താണ് മകനുമായിട്ടുള്ള ബന്ധം മാറ്റിയെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ കപിലൻ ചിന്തിച്ചു, സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ആ കപിലൻ ചിന്തിച്ചു, എൻ്റെ അമ്മയ്ക്ക് ഈ ബന്ധം ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. കഥയിലേക്കൊന്നും നമ്മൾ കടന്നില്ല.
അവസാനം അമ്മയ്ക്ക് താൻ ആരാണെന്ന് കാട്ടിക്കൊടുത്തു, ദക്ഷിണാമൂർത്തിയായിട്ട് കണ്ടു. അങ്ങനെ ആ പാദപത്മങ്ങളിലേക്ക് വീഴുന്ന 88 വയസ്സുകാരിയെ അമ്മ പറഞ്ഞു, മകനെ, എനിക്ക് ഈ ലോകവുമായിട്ടുള്ള ബന്ധം ഇതുവരെയും തീർന്നില്ല. നീ എൻ്റെ മകനാണെന്ന് വിചാരിച്ചു. കപില 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 24 മണിക്കൂറും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അമ്മ. മനസ്സിൽ അവിടെ ഞാൻ പറയുന്നത് ഇതൊന്ന് തീർക്കണമെന്നാണ് ഭഗവാൻ തീരുമാനിച്ചത്. അപ്പൊ ബന്ധങ്ങളൊക്കെയും മിഥ്യയാണ്. ബന്ധുവായി ആരുമില്ല ആർക്കും. എന്തെന്തടുപ്പമാർന്നാലും പരസ്പരം അന്ത്യത്തിലാവോ പിരിഞ്ഞുപോടും. ബന്ധങ്ങളൊക്കെയും മിഥ്യയാണ് അംബികേ, ബന്ധുവായി ആരുമില്ല ആർക്കുമമ്മേ. എന്തെന്തടുപ്പമാർന്നാലും പരസ്പരം. ശബ്ദം എനിക്ക് വയ്യ, ശബ്ദം ഇത്തിരി വയ്യാതിരിക്കുന്നു. നിങ്ങളുടെ വെള്ളമാണ് ചതിച്ചത് കേട്ടോ, വെളുക്കണം കോട്ടെ. ഞാനിത് ഇന്ന് നമ്മളെന്താണ് നമ്മൾ കാട്ടിക്കൂട്ടുക. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ എല്ലാം എൻ്റെ 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 എന്ന് 100 പ്രാവശ്യം ഓരോ ദിവസവും പറയുമ്പോഴും എൻ്റേതെന്ന് പറയിക്കുന്നത് ആരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റേതെന്ന് പറയിക്കുന്ന ഞാൻ ബാബുരാജൻ എന്നല്ല പറഞ്ഞത്. 20,080 പ്രാവശ്യം ഞാനെന്ന് പറയുന്ന ഈ സോൾ, ആത്മാവല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ, ഏത് വിധത്തിലും വ്യാഖ്യാനിച്ചുകൊള്ളൂ അല്ലേ? ആണോ അല്ലയോ? സോ അഹം, സോ അഹം, സോ അഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നേരം വിളിക്കുമ്പോൾ എൻ്റെ കണ്ണട, എൻ്റെ ബെഡ്റൂം, എൻ്റെ അലമാരി, എൻ്റെ മാല, എൻ്റെ കമ്മൽ, എൻ്റെ സെറ്റും മുണ്ടും, മനസ്സിലാവണുണ്ടോ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ആകുന്ന നമ്മൾ, ഒന്നിച്ച് പറയുകയാണ്, ഞാനും നിങ്ങളും ആകുന്ന നമ്മൾ. ആ ബന്ധം ഒരേ കാലത്തേക്കേ ഉള്ളൂ. ആ ബന്ധം ഒഴിയുന്ന നാളെ വ്യക്തമായി കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഭഗവാന്റെ സ്വധാമപ്രാപ്തി നിങ്ങൾ കേട്ടതാണെങ്കിലും കുറേ കൂടി ക്ലിയറായിട്ട് പറയുമ്പോൾ, ആ ഗ്രേവിയാർഡ് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഇഷ്ടജന വന്ന് മിഴിനീരുമിക തൂകി പട്ടട വരെ തുടരും ഇല്ല വഴി പിന്നെ. കെട്ടണയും അഗ്നിശിഖ പോലെ ജനമെല്ലാം വിട്ടകലുന്നു. ഇതെൻ്റെയും നിങ്ങളുടെയും ഒക്കെ സന്ദേശമാണ്. എൻ്റെ ഭർത്താവ് എന്നെ കഴിഞ്ഞ മാത്രവരെയും എന്നെ സംരക്ഷിച്ച എൻ്റെ ഭർത്താവ് ഇതാ പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ത്രീ ആ പട്ടടയിലേക്ക് ചെന്നിട്ട് അത് ദഹിച്ച് തീരുന്നത് വരെ ആ സ്ത്രീ നിൽക്കുമോ? പുരുഷൻ നിൽക്കുമോ? എൻ്റെ എല്ലാമെല്ലാമായി, എൻ്റെ സഹധർമ്മിണിയായി, എൻ്റെ ദുഃഖത്തിലും സുഖത്തിലും ജീവിതത്തിൽ എന്നെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരുന്ന എൻ്റെ പ്രിയപത്നി, അവളുടെ ദഹനമൊന്ന് തീരട്ടെ. ഈ 85 കിലോ അല്ല 65 കിലോ 85 കിലോയോ ദഹിച്ച് ഇലക്ട്രോണായിട്ടും ന്യൂട്രോണായിട്ടും ഒക്കെ മാറട്ടെ. അതുവരെ എനിക്ക് 2 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ നിൽക്കാമെന്ന് പറയുന്നവരാരും ഇവിടെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇന്ന് വെളിയിൽ പോയി താമസിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന എന്താണ്, എന്ത് കമ്മ്യൂണിക്കേഷനാണ് മറ്റേനകത്ത് കയറ്റി ഇങ്ങോട്ട് തിരിച്ചുവിടുന്നത്? എന്താ എൻ്റെ പേര്? അതും അറിയില്ല. പുറത്തൊക്കെ താമസിക്കുന്നവരോട് ഇരിപ്പില്ലേ? ഇലക്ട്രിക് ക്രിമേഷൻ ആണോ? ശരിയാണോ? നിങ്ങൾ പറ. ആണല്ലോ. അതും മിനിറ്റ് കൊണ്ട് ഇപ്പുറത്തേക്ക് 85 കിലോ 158 ഗ്രാമായി വന്നു. ഇതേ ഉള്ളൂ. എത്ര കാലം അമ്മച്ചിയെ പോലെയുള്ളവർ ചിന്തിക്കുക, മുത്തശ്ശിമാരല്ലേ, എന്തുമോ അമ്മയും നല്ല സ്നേഹമാണ്, അമ്മമാരൊക്കെ നല്ല സ്നേഹമാണ്. കാണുമ്പോൾ ഉടനെ തന്നെ അങ്ങ് എണീറ്റ് ഞാൻ പറഞ്ഞു, വേണ്ട, എണീക്കേണ്ട, തൊഴണ്ട, എന്നേക്കാൾ പ്രായമുള്ള അമ്മമാരല്ലേ, അവരെ എനിക്ക് ശരിയാണോ? അപ്പോൾ എത്ര കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് എന്തു ചെയ്യാൻ സാധിച്ചു. ഐ ആം ലിവിങ്, ഞാനിവിടെ ജീവിച്ചിരുന്ന കാലത്ത് മോർ ഇമ്പോർട്ടൻസ് എന്താണോ ഞാനിവിടെ സമർപ്പിച്ചത് അത് ലെസ്സാക്കി മാറ്റാതിരിക്കാൻ കിട്ടിയ ജന്മമാണ് മനുഷ്യജന്മം. അപ്പോൾ എത്ര കാലം ജീവിച്ചെന്നുള്ള 32 ഒരമ്മ ഭംഗിയായിട്ട് ഇന്ന് ഉറങ്ങുന്നു കേട്ടോ, തൂങ്ങുകയാണ്. ഇത് ഇയാൾ എങ്ങനെ കാണുക? ഞാൻ പ്രഭാഷണം പറയുമ്പോൾ ഒരാൾ കണ്ണടച്ചാൽ എൻ്റെ പ്രഭാഷണം പറ്റിയില്ല, ഒരാൾ കോട്ടായിട്ടാൽ എൻ്റെ പ്രഭാഷണം പറ്റിയില്ല, ഒരാൾ വാച്ച് നോക്കിയാൽ എൻ്റെ പ്രഭാഷണം പറ്റിയില്ല. അങ്ങനെ ഇതൊന്നും ഉണ്ടാകാതെ ഞാൻ വേവ് ലെങ്ത് അനുസരിച്ച് പറഞ്ഞു തരുമ്പോൾ സമയം പോലും മറന്ന് ഭക്ഷണം കഴിക്കാൻ പോവാതെ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു വേദിയെ മാത്രമാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്. അത് ഇന്നലെ വരെയും ഇന്ന് വരെയും സാധിക്കുന്നു. എങ്കിലും
ഭഗവാന്റെ കഥ പറയുമ്പോൾ ഉറങ്ങാൻ പാടില്ല. എൻ്റെ പ്രഭാഷണം, ബാബുരാജിൻ്റെ പ്രഭാഷണം എവിടെ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഭാരമായി പോകരുതെന്ന് പറയുന്ന ഒരാളാണ്. പിന്നെന്താകണം? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. മനസ്സിലാവണുണ്ടോ ഞാൻ പറഞ്ഞ വാക്ക്? എൻ്റെ പ്രഭാഷണം നിങ്ങൾക്ക് ഭാരമാകരുതൊരിക്കലും. എൻ്റെ പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. അതിനു വേണ്ടിയാണ് യജ്ഞം നടത്തുന്നത് കേട്ടോ. അമ്മച്ചിയോട് നല്ല സ്നേഹമുണ്ട്. കാരണം 72 വയസ്സൊരു ഭാഗ്യവതിയാണ് അമ്മ. ഒരു കുഴപ്പമില്ല. ഇനിയും ദീർഘായുസ് ധാരാളം ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുക മാത്രം. കാരണം അമ്മ എന്ന് പറയുന്ന പദത്തിനോ ഏറ്റവും കൂടുതൽ സാധാരണ എല്ലാവരും പറയുകയും ചെയ്യും. എൻ്റെ പാരായണക്കാർക്ക് നേരത്തിലുള്ളവരും പറയും, ഇവരുമൊക്കെ പറയും. ഈ അമ്മ എന്ന് പറയുമ്പോൾ പിന്നെ സാറങ്ങ് വിശാലം. കാരണം എന്തോ അമ്മ എന്ന പദത്തിലൂടെ ഇളക്കി വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റുക? നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഞാൻ നിങ്ങളുടെ സിമ്പതിക്ക് വേണ്ടിയൊന്നും കണ്ണുനീര് വരികയല്ല. ഞാൻ കൃഷ്ണനെ പോലെ കണ്ണുനീര് ഒരിക്കലും എനിക്ക് വരില്ല. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ മാത്രമേ എനിക്ക് വരൂ. എന്തുകൊണ്ട്? മാതാപിതാക്കളെ ലോകമായി കാട്ടുന്ന വേദോപഹാരമീ ഭാഗവതം. അമ്മയും അച്ഛനെയും ഈശ്വരന്മാരായി കണ്ട ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടും സർവജ്ഞാനത്തിൻ്റെയും കലവറയായിരുന്ന മഹാഭാരതത്തിലെ 18 എന്താണെന്നതിന് പറയുന്ന പേര് പർവം, 18 പർവം. അതിൽ 6ാമത്തെ പർവമാകുന്ന ഭീഷ്മ പർവത്തിലെ 6ാമത്തെ ഉപപർവമാകുന്ന ഗീത എന്ന് പറയുന്ന പരമജ്ഞാനം ലോകത്തിന് വിധാനം ചെയ്ത ആദർശപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞ വാക്കുകൾ അടിപതറാതെ, അടിതെറ്റാതെ, വരളാതെ, തരളാതെ വാക്കുകളൊക്കെ മനസ്സിലാവണമുണ്ടല്ലോ. ആ ഗീത പഠിച്ചപ്പോൾ, ആ ഗീത പഠിപ്പിച്ച് തന്നപ്പോൾ അത് സശ്രദ്ധം 700 ശ്ലോകങ്ങളും എനിക്ക് ഇപ്പോൾ ഒരു 100-150 കുട്ടികളും പ്രസവിച്ച അമ്മമാരും യൗവനയുക്തകളുമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ മൂലഗ്രന്ഥത്തിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീത ഇപ്പോൾ തുടങ്ങി ഒരു 150 വേറെ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പാത്രമറിയാതെ ധർമ്മം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടായെന്ന് വെച്ചു. ഒന്നിനെയില്ല, ആക്കിയിട്ടില്ല. കാരണം നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ ആ പാത്രം കൂടി നോക്കണം, എന്നിട്ട് വേണം ധർമ്മം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മോശക്കാർ. അങ്ങനെ പറ്റിയിട്ടുള്ള അബദ്ധം പോട്ടെ. ട്യൂഷൻ കൊടുക്കുന്നു. എന്തിനാണിപ്പോൾ 68 ഞാൻ പറഞ്ഞല്ലോ, 68ാമത്തെ വയസ്സ് നമ്മൾ പഠിച്ചിട്ടെന്താണെന്ന് ചോദിച്ചാൽ അതിനാണ് ഞാൻ അവതരിപ്പിച്ചത്. കപിലമാതാവായിരിക്കും ദേവഹുതി അല്ലേ? ആ ദേവി അവസാനം ആ സ്ത്രീ എങ്ങനെ പോയെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാൻ മറന്നൊന്നും പോയില്ല. വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളെ പവിത്രമാക്കുന്ന എന്താണ്? ഗംഗയിൽ പോയാൽ നമ്മൾ പവിത്രമാകും അല്ലേ? സ്നാനം ചെയ്താൽ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാൻ നമ്മൾ പവിത്രമായില്ലേ? മറ്റുള്ള എല്ലാ തീർത്ഥങ്ങളും ആടുന്നതിൻ്റെ പുണ്യമാണ്. നാരീ ദർശനം പുണ്യം, സ്പർശനം പാപമോചനം, ചുംബനമോ കോടി തീർത്ഥഞ്ച പുണ്യ. ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരൊക്കെ ഇവിടെ ഉണ്ട് നാട്ടിൽ. പെണ്ണുങ്ങളെ തൊട്ട പാപം തീരും. നാരി എന്ന് വെച്ചാൽ പെണ്ണല്ലേ? നാരീ ദർശനം പുണ്യം, കണ്ടാൽ പുണ്യം തീരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടും. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ. കാരണം കേട്ടോണ്ടിരിക്കുന്നവർ അങ്ങോട്ടോ മോച്ച് ഏതെങ്കിലും സ്ത്രീകളെ കയറി പിടിച്ചാൽ പോരെ, അടി കിട്ടുമോ ഇല്ലയോ? അവിടെ ആഗ്രഹം ഇല്ലാതെ. നാരീ ദർശനം പുണ്യം, സ്പർശനം പാപമോചനം. സ്പർശിച്ചാൽ പിന്നെ പാപവും തിരുവല്ലോ. ചുംബനമോ പിന്നെ ഉമ്മ കൊടുത്താൽ പിന്നെ പറയണ്ട. കിസ് മത്സരം ഉണ്ടായിരുന്നല്ലോ. അടി കിട്ടാതെ ചുമ്മാ ഇരിക്കണം. ഇവനൊക്കെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴേ അവനൊക്കെ അടി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ആരെ പറ്റിയാണ് സ്മൃതി പറഞ്ഞത്? നാരീ ദർശനം പുണ്യം. ഗംഗാദേവി ഒന്ന് കണ്ടാൽ മതി, ഗംഗാദേവി ഒന്ന് സ്പർശിച്ചാൽ മതി, ആ ഗംഗയിൽ പോയി ഒന്ന് കുളിച്ചാൽ മതി, കോടി തീർത്ഥങ്ങളാടിയ പുണ്യം കിട്ടും. അങ്ങനെയുള്ളൊരു നദിയായി പോയി നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയാനിരിക്കുന്ന വിഷയങ്ങൾ. അങ്ങനെ ആ കപിലമാതാവ് അവസാനം സിദ്ധിദാ നദിയായി, അത് BC 2000 വറ്റിപ്പോയി. സിദ്ധിദാ നദിയായി ഒഴുകി മാറുകയാണ് ദേവമാതാവ്. അറിയാമോ? അങ്ങനെയുള്ള മക്കളുടെയും അങ്ങനെയുള്ള അമ്മമാരുടെയും പൈതൃകം കാത്തു സൂക്ഷിച്ച ഭാരതീയ സംസ്കാരം ഇന്നും ഉജ്ജ്വലമായി പ്രഭാപൂരിതമായി നിൽക്കുന്നു. കാരണം എന്താണ്? ഇതിൻ്റെ ശാസ്ത്രീയത. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അമ്മമാർക്ക് ചെറുതായിട്ട് പറഞ്ഞു. നാളത്തെ കാര്യം പറഞ്ഞല്ലോ. നാളെ എല്ലാവരും
6-ാമത്തെ ദിവസം കഥയിലാണെങ്കിലും 4 പിടി നെല്ലവലിൻ്റെ കഥയാണെങ്കിലും അതല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ അറിയുവാൻ ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. നിങ്ങൾക്കൊക്കെ ദാരിദ്ര്യം ഉണ്ടോയെന്നാണ് ചോദിച്ചത്. നിങ്ങൾ വിചാരിച്ചാണ് മറന്നുപോയെന്ന്. അവിടെയല്ലേ തുടങ്ങിയത്. നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം എന്താണ്? ഭഗവാനുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൻ്റെ ദാരിദ്ര്യമാണ് നമുക്കുള്ളത്, അല്ലാതെ പണത്തിൽ മറ്റൊന്നുമല്ല. അപ്പോൾ ആ ദാരിദ്ര്യം നമുക്ക് തീരാൻ നാളെ ഭഗവാന്റെ മുന്നിൽ കഥയിലാണെങ്കിലും 4 പിടി നെല്ലവല്, അതിന് രഹസ്യങ്ങളൊക്കെ ആചാര്യൻ പറയും, അത് സമർപ്പിക്കുക. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ താമസമുണ്ടെങ്കിൽ നാളെ ഇവിടെ ഒരു സന്താന ഗോപാല മന്ത്രാർച്ചന നടത്തുക. വേണ്ടവർക്ക് അത് എഴുതിയേറ്റാൽ നെയ്യ് ജപിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ പറയുന്ന ശ്രദ്ധിക്കൂ, അവൽപ്പറ വഴിപാട്, അവലിൻ്റെ കഥയാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? കുചേലോപാഖ്യാനം എന്നാണ് അല്ലേ ഹെഡിങ്. പക്ഷേ ഭാഗവതം മൂലത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പൃഥുഗോപാഖ്യാനം എന്നാണ്. പൃഥുകം എന്ന് വെച്ചാൽ അവലെന്നാണ്. അവലിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്കത് എടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെയുള്ള അവലിൻ്റെ കഥ നാളെ ഇവിടെ പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിന്നൊരു വ്യക്തി ഈക്വൽ സ്റ്റാറ്റക്സ് കീപ്പ് ചെയ്യുന്ന ഈ ലോകം അതൊന്ന് മനസ്സിലാക്കാൻ ആതിഥേയ സംസ്കാരം എന്ന് പറയുന്ന അതിഥി ദേവോഭവ, മാതൃദേവോഭവ, പിതൃദേവോഭവ, 3-ാമത്തെ മന്ത്രം അതിഥി ദേവോഭവ. ആ ആതിഥേയ സൽക്കാരമാണ് നാളെ നമ്മുടെ യജ്ഞശാലയിൽ നടക്കുന്നത്. മനസ്സിലാവണുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവരും ഇതുപോലെ വന്നിരിക്കണം. ധർമ്മരയൊക്കെ നാളെ ധർമ്മരയും പ്രതിതയും പിന്നെ ബിന്ദുവും ഒക്കെ പാരായണം ചെയ്യുന്ന എൻ്റെ മക്കൾ ഇത്രയും പ്രായമില്ല, എൻ്റെ സഹോദരിമാർ, അവർ എൻ്റെ സിസ്റ്റേഴ്സ്. ഇനി ആരിവിടെ കുത്തി മറിഞ്ഞാലും ശരി, തല കുത്തി നിന്നാലും ശരി, ഇത് തന്നെയുള്ളൂ ബാബുവിന്, മറിച്ചൊന്നുമില്ല. കാരണം എനിക്കൊരു ഭാര്യയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സൗന്ദര്യമൊക്കെ ഒരാളാണ്. അത്ര വലിയ സൗന്ദര്യമൊന്നും ശീലയൊന്നുമല്ല, എങ്കിലും സാമാന്യം കൊള്ളാവുന്ന സൗന്ദര്യമുള്ള ഭാര്യയുണ്ട്. ഞാനൊരു ഗൃഹസ്ഥാശ്രമിയാണ്. പക്ഷേ എൻ്റെ ആശ്രമവേദിയും ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയവും ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് മറ്റുള്ളവരിത് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ ഈ ബാബു രാജിൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഒരു കറക്ഷൻ ഇതുവരെയും വന്നിട്ടില്ല. അവരോട് ചോദിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോന്നും അതിന് ചിട്ട വെച്ചിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടൊരു പക്ഷേ സമുദ്രോപരി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ഉയർച്ചയിലാണെന്ന് എനിക്കറിയാം. എനിക്കൊരു കുഴപ്പമില്ല, ഇന്നുമില്ല, ഇനിയുമില്ല. കാരണം ഒരു പ്രാർത്ഥന കൂടി ഉള്ളൂ, ഭഗവാനെ ഇനിയും കുറേ യജ്ഞങ്ങൾ കൂടി ചെയ്ത് സമൂഹത്തിന് ഒരു 10 പേരെങ്കിലും തിരിച്ചറിവോടുകൂടി ഹിന്ദുവായി തന്നെ ജീവിച്ചു, ഹിന്ദുവിൻ്റെ ആചാര പ്രമാണങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ദേവഭൂമിയായ ഭാരതത്തിലെ സംസ്കാരത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിന് പ്രത്യുത്തരം കൊടുക്കാൻ കഴിയുന്നൊരു ഹിന്ദുവായി വളരുവാൻ എനിക്ക് ഭാഗ്യം തരണം. കിടക്കാതെ ഇതുപോലെയുള്ള ഒരു വലിയ ഹോളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം വേണ്ട, വിഷമിക്കേണ്ട, ഏതെങ്കിലും ഒരു സമയത്ത് തിരുവാതിര നക്ഷത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ 64 വയസ്സ്. ഇപ്പം എനിക്ക് ബുധദശ തുടങ്ങിയതേ ഉള്ളൂ. മറ്റതിൻ്റെ അവസാന ഭാഗത്ത് കാണുവാനും അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഉള്ളൊരവസരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാളെ ഒരു ദിവസമേ ഉള്ളൂ നമുക്ക്. ആണോ? അല്ല, അത് കഴിയുമ്പോൾ മറ്റന്ന്. ഞാൻ 1.5 ദിവസമേ ഉള്ളൂ, ഇനി 2 ദിവസം മണിക്കൂറുകളേ ഉള്ളൂ. മൂടി വെച്ചോളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതും കൂടെ കണ്ട് രാത്രി നാളെയും മഴയൊക്കെ ഒഴിഞ്ഞു നിൽക്കണേ എന്നൊരു പ്രാർത്ഥന, എല്ലാവരും ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു പ്രാർത്ഥന എല്ലാവരും ജപിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമുക്ക് ജപിച്ച് നോക്കാം. പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സ്വാമിജി കണ്ടോ? അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നിർത്തുക. സ്വാമിജിയെ കണ്ടോ? ആരാണെന്നറിയാമോ ഇത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുടെ ഉണ്ട്. ചേങ്കോട്ടുകോണം മംഗലത്ത് മഠത്തിലെ ശേഖരൻ നായരാണ്. പക്ഷേ ശേഖരൻ നായരായിട്ടല്ല അറിയണത്. പിന്നെ ആരാണ്? സ്വാമി സത്യാനന്ദ സരസ്വതി. ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി നമുക്ക് സഞ്ചരിക്കുവാനും ജാതി മത വ്യവസ്ഥ ഇല്ലാതെ നമുക്ക് ജീവിക്കാനും സാധിച്ചതിൻ്റെ പ്രഥമ പുരുഷനാണ് ചട്ടമ്പിസ്വാമി. കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ കഴിഞ്ഞാൽ പിന്നെ വന്ന ഏക സ്വാമിയാണ് സത്യാനന്ദ സരസ്വതി. സന്തോഷ് സ്വാമിയും ഷിബു സ്വാമിയും മറ്റേ ഇപ്പം ഞാൻ സ്വാമിയാന്ന് പറഞ്ഞ ഇവിടെ ഏവരുള്ളൊരു സ്വാമിയുണ്ട്. രാധാകൃഷ്ണ സ്വാമി ഒന്നും അല്ല. എന്താ അമ്മ പറയുന്ന തന്നെത്താൻ പറയുക. അമ്മ വരെ പറഞ്ഞു തന്നെത്താൻ. സ്വാമി പറയുന്നതെന്ന് കേൾക്കണം. ഇവനൊക്കെ എവിടത്തെ സ്വാമിമാരാണ്? ഇവനെയൊക്കെ ഓടിക്കണം.
സ്വാമിയെ ഓടിക്കണമെന്ന് പിന്നെ ഈ ശിവസ്വാമിയൊക്കെ ഓടിക്കണ്ടേ? ഭർത്താക്കന്മാരുടെ അനുവാദമില്ല ക്ഷേത്രത്തിൽ പോകുന്ന പെണ്ണുങ്ങളെ വേറാവാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് കൊണ്ട് അവനും തന്നെ പറയുകയാണ്. അതിലൂടെ കേൾക്കാൻ കാണാൻ നീതിപീഠങ്ങളൊന്നും ഇല്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ? മനസ്സ് വേണ്ടേ? സ്വാമികൾ സർവവും ത്യജിച്ചു. അത് 100 തലമുറയ്ക്ക് കഴിക്കാനുള്ള സ്വത്തുള്ള ആളാണ്. അതെല്ലാം ത്യജിച്ചുകൊണ്ട് ലോകത്തന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഹിന്ദുവിൻ്റെ പ്രതിപുരുഷൻ വിവേകാനന്ദൻ കഴിഞ്ഞാൽ ആധുനിക വിവേകാനന്ദനായി മാറുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി പരമഗുരു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അമ്മയ്ക്ക് എല്ലാവർക്കും മനസ്സിലാവണില്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് പോകണം, ഒരു ദിവസം ചെങ്കോട്ടുകോണത്ത് ആശ്രമത്തിൽ പോകണം. ആ സമാധിപീഠത്തിൽ ഒന്ന് ഇരിക്കണം. എല്ലാ ദുഃഖഭാരങ്ങളും അവിടെ നമുക്ക് തീർക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. എനിക്ക് എന്തെല്ലാം ഉണ്ടായാലും ഞാൻ പോകുന്ന 2 സ്ഥലത്താണ്. ഒന്ന് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്തും, ഒന്ന് ചെങ്കോട്ടുകോണത്ത് ആശ്രമത്തിലും. പിന്നെ എൻ്റെ ഗ്രാമദേവതയെ ഞാൻ എപ്പോഴും ഇവിടെ വടക്കേന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രാമദേവതയാണ്. 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന അവിടുത്തെ എൻ്റെ നാട്ടിലെ ദേവത. അതില്ലാതെ ഒരു ദിവസമെങ്കിലും ആ നാമം പറയാതെ ഇരുന്നാൽ എൻ്റെ നാവ് കുഴയും. അങ്ങനെയാണ് എന്ന് പറഞ്ഞു വന്നു. ഇപ്പം എന്താണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? ഈ സ്വാമിജി അത് പറഞ്ഞ് അവിടെയാണെന്ന് പറഞ്ഞു. ഈ സ്വാമിജി ആശ്രമത്തിൽ അവിടെ ശശികല ടീച്ചർ ഉണ്ടല്ലോ, ഹിന്ദുവിൻ്റെ ശശികല ടീച്ചർ, ഞാൻ, ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട്. അവിടെ ഒരു സ്വാമിജിയുടെ ഒരു ഇതിനു വേണ്ടിയുള്ളൊരു പ്രോഗ്രാമിൻ്റെ കണക്ക് അവതരിപ്പിക്കലും പൂജപ്പുര കൃഷ്ണൻ സാറ്, ഡോക്ടർ കൃഷ്ണൻ സാറ്, അങ്ങനെ അറിയപ്പെടുന്ന ഒരു പല്ലുമുണ്ട്. അതിൻ്റെ അവതരണത്തിന് വേണ്ടിയും ആദ്യത്തെ കാര്യത്തിന് വേണ്ടി എന്നെയാണ് ക്ഷണിച്ചത്. കൃത്യം 6 മണിക്ക് ആശ്രമത്തിലുണ്ട്. കേൾക്കുന്നോ നിങ്ങൾ? ഇപ്പോൾ വിടാം, ഇപ്പോൾ വിടാം. 1 മണിക്ക് 5 മിനിറ്റ്, 1 മണിയാകുമ്പോൾ നമുക്ക് പോകാം. എന്നെ വിളിച്ചു. 6 മണിക്ക് എത്തണം. കല്ലുവാതക്കലെത്തിയപ്പോൾ, ഇതെൻ്റെ അനുഭവം പറയുകയാണ്, കല്ലുവാതക്കലെത്തിയപ്പോൾ ഇത് ഭയാനകമായ മഴ, ഇടിയും വെട്ടി മഴ. പിന്നെന്താണ് അവിടുത്തെ ബ്ലോക്ക്. കല്ലുവാതക്കലേ എത്തിയുള്ളൂ. ചെങ്കോട്ടുകോണത്ത് വരണമെങ്കിൽ പിന്നെ സമയമെടുക്കും. സമയം എത്രയായി? 5:40. 5:40 ഞാൻ അതിനകത്തിരുന്നൊന്ന് ഫോൺ ചെയ്തു. എന്താണെന്നറിയാമോ? നിന്റെ കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. ഈ കാര്യം നിനക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ എത്തിപ്പിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോൺ ചെയ്തില്ല, മറ്റേ മെസ്സേജ് അയച്ചില്ല, ഇമെയിലൊന്നും കാണിച്ചില്ല, ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞില്ല. അപ്പോൾ ദാ വരുന്നു ഒരു ആംബുലൻസ്. എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായ ഷാജി, അന്ന് ഷാജിയാണ് എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജി, ആംബുലൻസ്. പറഞ്ഞാൽ കൃഷ്ണൻ വരുമോ, പറഞ്ഞാൽ ഗുരു വരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവാണ് പറയുന്നത്. വല്ലാകാൻ വേണ്ടി പറയുകയല്ല. ഷാജി ഉടൻ തന്നെ ഒരു ആംബുലൻസിൻ്റെ പുറകിന് ഈ വണ്ടി വിട്ടു. മന്ത്രിമാർ പോലും വന്നാൽ പോകാൻ പറ്റാത്ത സ്ഥാനത്ത് ഈ ആംബുലൻസിൻ്റെ ബാക്കിൽ കൂടി വണ്ടി ഓടിച്ച് കണിയാപുരം കഴിഞ്ഞ് ചെങ്കോട്ടുകോണത്ത് വന്നെത്തുമ്പോൾ 6 മണി 5 മിനിറ്റ്. കണിയാപുരം തിരിഞ്ഞപ്പോൾ ഈ ആംബുലൻസ് കൊണ്ട് തിരിച്ചിട്ട് ഞാൻ ഷാജിയോട് പറഞ്ഞു, ഷാജി ഒന്ന് നോക്ക്, മുഖ്യമന്ത്രിയും ചത്ത ശവവും കൊണ്ട് പോകുമ്പോഴാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മുഖ്യമന്ത്രി പോകുമ്പോഴും ബോഡി കൊണ്ടുപോകുമ്പോഴാണ് ഈ സൗണ്ട്. പക്ഷേ ഈ സൗണ്ട് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ടും പാർക്ക് ചെയ്ത് വണ്ടിയിൽ നോക്കുമ്പോൾ വണ്ടിയിൽ ആരുമില്ല, ശവമില്ല, ആരുമില്ല. മനസ്സിലാകുന്നുണ്ട്? ഡ്രൈവർ പച്ച ജീവത്തിലിരിക്കുന്നു. എത്തിച്ചതാര് എന്ന ചോദ്യത്തിന് ബാബുരാജന് ഉത്തരം പറയാൻ സാധിക്കും. എൻ്റെ ഗുരുവായൂരപ്പനും ഗുരുവുമാണ്. ഇതാണ് സത്യം. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. വലുതാകാൻ വേണ്ടി പറഞ്ഞതല്ല, അനുഭവങ്ങളാണ് പറയുന്നത്. 1000 പേജുള്ള ഒരു ഗ്രന്ഥം എഴുതാനുള്ള അനുഭവങ്ങൾ ഈ 50 വർഷങ്ങൾ കൊണ്ട് എനിക്കുണ്ട്. ഒരെണ്ണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ആധുനിക ശാസ്ത്രവും ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ട്. അത് അടുത്ത വർഷമെങ്കിലും തമ്പുരാട്ടിയെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് അതിൻ്റെ കുറേ പ്രോസസ്സൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അനുഭവങ്ങളും ഭാഗവതവും അത്യന്താധുനിക ശാസ്ത്രവും പുരാണങ്ങളും മഹാഭാരതം വേദവും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തെറ്റിന്നതാണ് ശരി ഇന്നതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ പ്രസംഗം പോലെ തന്നെ വിവരണങ്ങളുടെ ഒരു ഗ്രന്ഥം തയ്യാറാക്കി. അതെൻ്റെ മകനാണ് പറഞ്ഞത്, അച്ഛൻ എല്ലാം ചെയ്യുന്നില്ലേ? അപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മാതൃഭൂമിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനുഭവം. അപ്പോൾ നമുക്ക് ഭഗവാൻ കൂടെയുണ്ട്, ഗുരു നമ്മുടെ കൂടെയുണ്ട്, അനുഭവം എത്തിക്കും. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ല, ഇവിടെ എത്തിച്ചത് ഗുരുവും ഭഗവാനും. അങ്ങനെയുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന. ഭഗവാനെ, എൻ്റെ കണ്ണാ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ,
എൻ്റെ പുലിക്കൂട്ടിലെ അമ്മേ, ശാസ്താവേ, സർപ്പദൈവങ്ങളെ, ഇനിയുള്ള 2 ദിവസവും ഞങ്ങൾക്ക് പ്രതികൂലതയൊന്നും ഉണ്ടാകാതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ആ നാമം നിങ്ങളെല്ലാവരും ജപിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ജപിച്ചോ എല്ലാവരും? പറഞ്ഞു അമ്മേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ഓംകാരമൂർത്തിയായി പുലിക്കൂട്ടിൽ വാഴുന്ന ഹ്രീങ്കാരമൂർത്തിയെ കാണുമാറാകണം. അമ്മേ നാരായണ, നാരായണ. ഹരിശ്രീ എന്നുള്ളതാം അക്ഷരമാലയിൽ ഓരുന്ന രൂപത്തെ കാണുമാറാകണം. അമ്മേ നാരായണ, നാരായണ. ഓം നാദമൊത്ത നിൻ കാൽച്ചിലമ്പൊച്ചേയും, ഓം നാദമൊത്ത നിൻ കാൽച്ചിലമ്പൊച്ചയും ഗാനസ്വരൂപമേ കേൾക്കുമാറാകണം. അമ്മേ നാരായണ, പഞ്ചബാണാരിയെ പഞ്ചാരവാക്കിനാൽ, പഞ്ചബാണാരിയെ പഞ്ചാരവാക്കിനാൽ കൊഞ്ചിച്ച നിൻമൊഴി കേൾക്കുമാറാകണം. അമ്മേ നാരായണ, ശ്രീദേവി രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ ദേവിയെ എന്നും കാണുമാറാകണം. അമ്മേ നാരായണ, ഏനകേനാവി പ്രകാരേണ നിൻ പദം, ഏനകേനാവി പ്രകാരേണ നിൻ പദം മാനസതാരിൽ ഉറയ്ക്കുമാറാകണം. അമ്മേ നാരായണ, മന്നനാം എൻ്റെ പിഴകളെ ഒക്കെയും, മന്നനാം എൻ്റെ പിഴകളെ ഒക്കെയും വന്ദനിയേ നീ പൊറുക്കുമാറാകണം. അമ്മേ നാരായണ, വന്ദനാമെൻ്റെ പിഴകളെയൊക്കെയും, വന്ദനാമെൻ്റെ പിഴകളെയൊക്കെയും വന്ദനിയേ നീ പൊറുക്കുമാറാകണം. അമ്മേ നാരായണ, നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് ശാന്തി എണീച്ച്